Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wasahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, മറ്റു നാട്ടുകാർ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയെ പറ്റിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള മനുഷ്യരുടെ ലജ്ജയില്ലായ്മയെ പറ്റിയും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്ന ലജ്ജാബോധം പുലർത്തിയിരുന്നു. വഴിയിലും കമ്പോളത്തിലുമെല്ലാം വളരെ ശാന്തതയോടെ നിശബ്ദതയോടെ നടന്നിരുന്നു. ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങളിൽ നിന്ന് വസ്ത്രം നീങ്ങി പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അനിയന്ത്രിതമായി പൊട്ടിച്ചിരിച്ചിരുന്നില്ല. മലമൂത്ര വിസർജനത്തിനായി പോകുമ്പോൾ ആരും കാണാതിരിക്കാൻ ദൂരത്തേക്ക് പോകുമായിരുന്നു. ചിലപ്പോഴൊക്കെ 3 മൈൽ വരെ ദൂരത്തേക്ക് പോയിട്ടുണ്ട്. അക്കാലത്ത് കുളിമുറിയും കക്കൂസുമൊന്നും വീടുകളിൽ നിർമ്മിക്കുന്ന പതിവില്ലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവം പ്രസിദ്ധമാണ്. കാബയുടെ പുനർനിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു കുട്ടികളോടൊപ്പം കല്ലുകൾ ചുമന്നുകൊണ്ട് വരികയായിരുന്നു. കല്ല് ചുമലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ മുറിവ് പറ്റി. ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുണ്ടയിച്ച് തോളിൽ വെച്ച് കൊടുത്തു. വിവസ്ത്രനായതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജാനിമിതം ബോധമറ്റ് വീണു. അക്കാലത്ത് കുട്ടികളുടെ കാര്യം പോട്ടെ, മുതിർന്നവർക്ക് പോലും ലജ്ജ കുറവായിരുന്നു. അധികം ആളുകളും നഗ്നരായിക്കൊണ്ടായിരുന്നു കാബ തവാഫ് ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധാക്ഷയം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം വീട് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ട് എവിടെയെന്നാണ് അന്വേഷിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ട് ധരിക്കപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജോലി തുടർന്നു. എത്ര വലിയ ലജ്ജാശീലനായിരുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ ലജ്ജ പിൻവച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.